അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റിയറിംഗ് ചെയ്തൊരു വണ്ടിയാണ്. അപ്പൊ അതിൽ ക്രൂസ് കൺട്രോൾ ഇത്ര നാൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായില്ല. ഈ ഫസ്റ്റത്തെ വണ്ടിയാണ് നമ്മളിത് ഇപ്പൊ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. 5th ഗിയറിലാണ്. ജസ്റ്റ് ഞാൻ ക്രൂസ് കൺട്രോളിന്റെ കണ്ടില്ല, നിങ്ങൾ അറിയാം മീറ്ററിൽ ക്രൂസ് കൺട്രോളിന്റെ ബട്ടൺ ഓൺ അല്ല. അപ്പൊ ജസ്റ്റ് നമുക്ക് ആ ഒരു ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കട്ടത്. ക്രൂസ് കൺട്രോളിന്റെ ബട്ടൺ ഓൺ ആക്കുമ്പോൾ തന്നെ ക്രൂസ് കൺട്രോളിന്റെ ഒരു സിഗ്നൽ വന്നേക്കാണ്, ആ ഒരു എംബ്ലം വന്നേക്കാണ്. ഇനിയിപ്പോ നമുക്ക് ക്രൂസ് കൺട്രോൾ ഓൺ ആക്കാം. ഇപ്പൊ ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ വെക്കാട്ടോ. 80 വെക്കട്ടതേ കണ്ടോ, ഒരു സൗണ്ടും കേട്ടാണ്ടില്ലേ. ഇപ്പൊ 80 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കണേ, കട്ടാവണില്ല. കണ്ടില്ലേ, ക്രൂസ് കൺട്രോൾ ഓൺ ആണ്. ബ്രേക്ക് പിടിക്കുമ്പോ തന്നെ കണ്ടില്ലേ, നമ്മളെ കമ്പനി പോലെ തന്നെ ബ്രേക്ക് പിടിച്ച് ഞാൻ അപ്പൊ തന്നെ ആ ക്രൂസ് കൺട്രോൾ കട്ട് ഓഫ് ആയി. ഇനിയിപ്പോ നമുക്ക് ഓൺ ആക്കണമെങ്കിൽ ജസ്റ്റ് ഒരു കുഴപ്പമില്ല. ഇപ്പൊ 60 കിലോമീറ്ററിലാണ് പോണേ. 60 കിലോമീറ്ററിൽ നമുക്ക് ആണെങ്കിൽ ക്രൂസ് കൺട്രോൾ സിമ്പിൾ ആയിട്ട് ഓൺ ആക്കാം. ചെയ്ത് നോക്കോ, സെറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ ക്രൂസ് കൺട്രോൾ. അപ്പൊ തന്നെ അത് ഓഫ് ചെയ്യണമെങ്കിൽ ക്യാൻസൽ അടിക്കാം. ക്യാൻസൽ അടിക്കുമ്പോൾ ആ ഒരു സെറ്റ് പോയി. ഇനിയിപ്പോ ഈ 60 തന്നെ നമുക്ക് ക്രൂസ് കൺട്രോൾ ഓൺ ആക്കണമെങ്കിൽ ചെയ്ത് നോക്കോ, സെറ്റ് വന്നിട്ടുണ്ടോ. സെറ്റ് എന്നുള്ളൊരു ഇത് വന്നില്ലേ, അപ്പൊ ക്രൂസ് കൺട്രോൾ ഓൺ ആയി. ഇനിയിപ്പോ 60 കിലോമീറ്ററിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക് പിടിക്കുമ്പോൾ ഇത് കണ്ടി തന്നെ കട്ടാവണമുണ്ട് കണ്ടോ, ആ സെറ്റ് എന്നുള്ള സംഭവം പോയി. അപ്പൊ ഇതൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഒന്നുകൂടി ഇട്ട് കാണിക്കാം. അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റത്തെ വണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാനായിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോ സംഭവം സക്സസ് ആയിട്ടുണ്ട്. നമ്മൾ ഷോപ്പിന്റെ അവിടുന്ന് ഒന്ന് ഹൈവേക്ക് കയറിയതാണ്. നമ്മളെ ക്രൂസ് കൺട്രോൾ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത് നോക്കാനായിട്ട്. ഇനിയിപ്പോ 60 പോവാം, അതാവുമ്പോ വലിയ സ്പീഡ് ആവില്ലല്ലോ. 60 കറക്റ്റ് മീറ്ററിൽ 60 കിലോമീറ്റർ സ്പീഡാണ്. ഞാൻ അത് ഓൺ ആക്കാനായിട്ട് പോവാണ് ക്രൂസ് കൺട്രോളിന്റെ. ഓൾറെഡി ക്രൂസ് കൺട്രോൾ ഓൺ ആണ്. ഇനിയിപ്പോ സെറ്റ് ചെയ്യുമ്പോഴാണ് ആ 60 കിലോമീറ്ററിൽ കറക്റ്റ് ആയിട്ട് കിട്ടാട്ടെ. അതെ, സെറ്റ് ഞെക്കി അവിടെ മീറ്ററിൽ സെറ്റ് എന്നുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പൊ ഈ 60 കിലോമീറ്ററിൽ കറക്റ്റ് ആയിട്ട് വണ്ടി പോകട്ടോ. ഇത് ചെയ്യണോ, ഒന്നും ചെയ്യണില്ല, ആക്സിലേറ്റർ ചവിട്ടണില്ല, കറക്റ്റ് ആയിട്ട് 60 കിലോമീറ്ററിൽ തന്നെ പോകുന്നുണ്ട്. ഇനിയിപ്പോ ആ ഒരു സംഭവം ക്യാൻസൽ അടിക്കുമ്പോഴാണ് അതിൽ നിന്നുള്ള വിട്ട് പോവാട്ടോ. കണ്ടോ, കറക്റ്റ് ആയിട്ട് 60 തൊട്ടതായിട്ട് നിൽക്കുകയാണ് അത്ര ദൂരം. അപ്പോൾ സംഭവം വർക്കിംഗ് ആണ്. അത് ഓഫ് ചെയ്യാൻ പോവാട്ടോ, ക്യാൻസൽ അടിക്കാൻ പോവാം. ആ സ്വിച്ച് ക്യാൻസൽ അടിക്കുമ്പോൾ അത് ഓഫ് ആവും. കണ്ടില്ലേ, കറക്റ്റ് ആയിട്ട് ആ ഒരു സെറ്റ് എന്നുള്ള സംഭവം പോയി. അപ്പൊ ക്രൂസ് കൺട്രോൾ ഓഫ് ആയിട്ടാ. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പൊ ആർക്കെങ്കിലും ഇതേപോലെ ഫ്രോൺസ് ബലേനൊക്കെ എടുത്തിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോ സ്റ്റിയറിംഗ് കൺട്രോൾ ഒരുപാട് വണ്ടി നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഒട്ടനവധി വണ്ടിയിൽ. അപ്പൊ അവരും നമ്മുടെ അടുത്തേക്ക് വരിക, തലേസം വിളിച്ചു പറഞ്ഞിട്ട് മാത്രം കൺഫേം ചെയ്തിട്ട് മാത്രം നമ്മൾ ഷോപ്പിലേക്ക് വരിക. ഇനിയിപ്പോ സ്റ്റിയറിംഗ് വേറെ കടയിൽ നിന്ന് ചെയ്താലും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളത് വേറെ കടയിൽ ചെയ്തെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റിയറിംഗ് നിങ്ങൾക്ക് ക്രൂസ് കൺട്രോൾ ആഡ് ചെയ്യാണ്ടിരിക്കില്ല. നിങ്ങൾ എന്തായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്തോ. അപ്പോ ഇനിയിപ്പോ സ്റ്റിയറിംഗ് ചെയ്യാനുള്ള ആൾക്കാരും നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇത്രയും തന്നെയുള്ളൂ. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വയറിംഗ് ഒക്കെ സ്ലീവ് ഇട്ട് കറക്റ്റ് പ്രോഗ്രാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും തന്നെയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ കാണാം.